പ്രകൃതി സംരക്ഷണ സംഘം കേരളം ഇന്ന് പുതിയൊരു കർഷകനെ കൂടി ആദരിക്കുകയാണ്. വളരെയധികം ഫോളോവേഴ്സുള്ള പ്രിയങ്കരനായിട്ടുള്ള റഷീദ് ക വൈശം വീട്ടിലാണ് ആദരിക്കുന്നത്. ഇക്ക എന്നെ നമ്മൾ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ ത്രൂ ആണ്. ഇക്കയുടേതായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇന്നും വളരെയധികം എന്താ പറയുക സന്തോഷത്തോട് കൂടിയിട്ട് എന്നും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ഈ ചെറിയ ഒരു സ്ഥലത്ത് വലിയൊരു സംഭവം അത് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഈ പ്രകൃതിയിൽ നിന്ന് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ റഷീദ്. ഈ പ്രകൃതി രംഗത്ത് അതുപോലെ കാർഷിക രംഗത്തൊക്കെ ഒരു അതുല്യ പ്രതിഭയാണ് റഷീദ് ഭായി. അതിൻ്റെ അർഹിക്കുന്ന അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. വടക്കേകാട് പഞ്ചായത്തിലെ ഈ തൊഴിയൂര് പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരാൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾ ഉയർന്നു വരിക എന്നുള്ളത് കോടിയിൽ ചിലർ മാത്രം ഒതുങ്ങുന്ന ഒരാളിൽ പെട്ട ഒരാളാണ് റഷീദ് ഭായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഓരോ വീട്ടിലും അവനവൻ കഴിക്കുന്ന ഭക്ഷണം, കാരണം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ആർക്കും കഴിയാത്ത കാലഘട്ടത്തിൽ അവനവൻ വയ്ക്കുന്ന, അവനവൻ സൃഷ്ടിക്കുന്ന, അവനവൻ കൃഷി ചെയ്യുന്ന ആ കൃഷിയിടത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിൻ്റെ വിഭവങ്ങൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വിഷരഹിത ഭക്ഷണം കിട്ടുക എന്നുള്ളത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ശരീരത്തിൽ നന്മയും കാരുണ്യവും അതുപോലെ ധർമ്മബോധമൊക്കെ ആ ശരീരത്തിൽ നിന്ന് ഉയർന്നു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം, അതുപോലെ അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വേദി, അതുപോലെ സ്വന്തമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഇടം, ഇതൊക്കെ ഇവിടെ നിന്ന് ഉയർന്നു വരിക എന്നുള്ളത് മറ്റുള്ളവർക്കും മാതൃകയാണ്, ജനപ്രതിനിധികൾക്കും മാതൃകയാണ്, സാമൂഹ്യ പ്രവർത്തകർക്കും മാതൃകയാണ്, എല്ലാ കൃഷിക്കാർക്കും മാതൃകയാണ്. എന്തായാലും ഉഴുതുണ്ണുന്നവരെ തൊഴുതുണ്ണണം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ ശരിക്ക് തൊഴുതു തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.